യുദ്ധവിരാമത്തിന് പുതിയ ഉപാധി വെച്ച് ഇറാൻ തങ്ങളുടെ രാജ്യം തകർത്തതിന് $300 ബില്യൺ നഷ്ടപരിഹാരം വേണമെന്നാണ് ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. യുദ്ധം നിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ മാത്രം താല്പര്യവും ആഗ്രഹവുമാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടരാനാണ് ആഗ്രഹം. നിർത്താൻ വേണ്ടിയിട്ട് മധ്യസ്ഥരോ അമേരിക്കയോ പറയുകയാണെങ്കിൽ തങ്ങൾക്ക് അതിന് എതിർപ്പുകളൊന്നുമില്ല. ഉപാധികളോടെ അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുകൂടി ഇറാൻ പറഞ്ഞു. അതിന് അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇറാനെ വലിച്ചേക്കുകയാണ് അമേരിക്ക ചെയ്തത്. ആയതിനാൽ വലിയ രീതിയിലുള്ള നഷ്ടം തങ്ങളുടെ രാജ്യത്തിനുണ്ടായിട്ടുണ്ട്. $300 ബില്യൺ നഷ്ടപരിഹാരം തരണം എന്നതിന് പുറമെ $12 ബില്യൺ തങ്ങളുടെ പണം പിടിച്ചു വെച്ചത് തിരിച്ചു നൽകുകയും വേണം. വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ അമേരിക്ക പിടിച്ചു വെച്ചിട്ടുണ്ട് ഇറാന്റെ പണം. അത് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട് വിൽപ്പന നടത്തുന്നതിന് മറ്റ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നൽകാതിരിക്കണം, അല്ലെങ്കിൽ നൽകിയാൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. ആ പണം തങ്ങളുടെ അവകാശപ്പെട്ട സ്വത്താണ്, അത് തിരിച്ചു നൽകണം എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് 14 നിർദ്ദേശങ്ങളാണ് ആകെയിൽ പറഞ്ഞത്. അതിൽ 2 നിർദ്ദേശങ്ങളാണ് ഈ പറയപ്പെട്ടത്. ബാക്കിയുള്ള നിർദ്ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ട് സംസാരിച്ചു തുടങ്ങുന്നു. അതിൽ പറയുന്നത് ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. തങ്ങളുടെ രാജ്യത്തിൻ്റെ പോളിസിക്ക് അനുസരിച്ച് തന്നെ അത് വിരുദ്ധമാണ് എന്നതിനാൽ